ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് വളരെ സിമ്പിളായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കൊന്നും കിട്ടാത്ത കടകളിലും പാക്കറ്റിലുമായിട്ട് ഒതുക്കിയ ഒരു സ്നാക്കാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നല്ല, പക്കാവട. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്, ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ സ്നാക്കാണ്. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയണ്ട, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ പാക്കറ്റിലായിട്ട് ഒതുങ്ങിപ്പോയ ഈ പക്കാട നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, അതും ട്രഡീഷണൽ ടേസ്റ്റോടെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് കുരുമുളക് നമ്മൾ ഫ്രഷ് ആയിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് കുരുമുളക് പൊടി പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, അതും കൂടെ ഇട്ടൊന്ന് അരച്ചെടുക്കാം. ഒന്ന് ഫൈൻ പേസ്റ്റായിട്ട് വേണം അരച്ചെടുക്കേണ്ട, ഒട്ടും തരിതരി കാണരുത്. നല്ല തിക്കായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അതിനുശേഷം ഒരു പാത്രത്തിൽ കടലമാവ് ചേർത്ത്, ഞാനിവിടെ ഏകദേശം ഒരു 1/2 കിലോ കടലമാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി അനുസരിച്ച് ഇൻഗ്രീഡിയൻസും കുറച്ച് കൂടുതലെടുക്കാം. അതേപോലെ ഈ ചുവന്നുള്ളി അരയ്ക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ വേണം അരയ്ക്കേണ്ടത്. അപ്പോൾ അത് ഇതോട് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഫ്രഷായിട്ട് പൊടിച്ചത്, പിന്നെ 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ. ഞാനിവിടെ കശ്മീരി അല്ല എടുത്തിരിക്കുന്നത്, സാധാരണ ചില്ലി പൗഡറാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് കൈകൊണ്ട് മിക്സാക്കി കൊടുക്കാം. ചിലതിൽ ബട്ടർ ആഡ് ചെയ്യും, അത് ഓപ്ഷനല്ല, ടേസ്റ്റ് കുറച്ച് കൂടുതൽ കിട്ടും. ഞാനിവിടെ എന്തായാലും ബട്ടർ ആഡ് ചെയ്യുന്നില്ല. വെള്ളം ഒഴിച്ച് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ആവശ്യമുള്ളവർക്ക് ബട്ടർ ആഡ് ചെയ്യാം, ഇതിൽ കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ നന്നായിട്ടൊരു ചപ്പാത്തി പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇച്ചിരി ലൂസായി നന്നാം. അപ്പം ഒരു സേവനാഴിയിൽ കുറച്ച് എണ്ണ ചുറ്റിനും തടവി കൊടുക്കാം, കാരണം നമ്മുടെ ആ മാവ് എവിടെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നന്നായിട്ട് എണ്ണ തേച്ച് കൊടുക്കാം. അപ്പോൾ ഈ അച്ചിൽ വേണം നമ്മൾ പക്കാവട ഉണ്ടാക്കേണ്ട. നന്നായിട്ട് ബോൾ പോലെ ഉരുട്ടി ഇതിട്ട് കൊടുക്കാം. നന്നായിട്ട് ലിഡ് ക്ലോസ് ചെയ്തു. പാത്രം ചൂടാക്കി അതിന് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പം എണ്ണ ചൂടായെന്ന് അറിയാൻ ഒരു കൊച്ചു പീസ് മാവ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഇനി നമുക്ക് പക്കാവട ഇട്ട് കൊടുക്കാം എണ്ണയിലോട്ട്. ഇടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്യേണ്ടത്. പെട്ടെന്നാവും. ഇങ്ങനെ ഒരു കമ്പി കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം, എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതെങ്ങനെ കുക്കായി വരുന്ന അറിയണമെങ്കിൽ അതിൻ്റെ ബബിൾസ് ഒന്ന് ഏതാണ്ട് ഒന്ന് കുറഞ്ഞ് വരുമ്പോഴാണ് കറക്റ്റ് പാകം. ബബിൾസൊക്കെ കുറഞ്ഞു. അപ്പം നമ്മുടെ പക്കാവട റെഡി ആയിട്ടുണ്ട്. എടുക്കാം. മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്യേണ്ട. ഹൈ ഫ്ലെയിമിലിട്ട് അങ്ങോട്ട് തീരുമ്പോഴത്തേക്ക് ഇത് കരിഞ്ഞു പോവും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അപ്പോൾ അടുത്ത സെറ്റ് പക്കാവടയും കൂടെ എണ്ണയിട്ട് ഫ്രൈ ചെയ്യാം. എൻ്റെ കൈ പൊള്ളിയതായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, അത് ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്യേണ്ട. വന്നിട്ട് ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട്, ഒരു ഗോൾഡൻ ബ്രൗൺ ആണ് ഇതിൻ്റെ കണക്ക്. അപ്പോൾ ബബിൾസൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. എടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, ആർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. വീട്ടിലുള്ള സാധനം കൊണ്ട് നമുക്ക് പെട്ടെന്ന്
ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ടീ ടൈമിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചുമ്മാതിരിക്കുമ്പോൾ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക്സ് കമൻസിൽ കൂടെ അറിയിക്കാൻ മറക്കരുത്. ബാച്ചിലേഴ്സിനായാലും ബിഗിനേഴ്സിനായാലും ഒരുപോലെ ട്രൈ ചെയ്യാൻ പറ്റിയൊരു സ്നാക്കാണ്. വലിയ പ്രാക്ടീസ് ഒന്നും വേണ്ട. കുറച്ച് ക്ഷമയും സമയവും ഉണ്ടെങ്കിൽ ഒരു അടിപൊളി സ്നാക്ക് റെഡിയായി. അപ്പോൾ റെഡിയായിട്ടുണ്ട് നമ്മുടെ അടിപൊളി ആയിട്ടുള്ള ടീ ടൈം സ്നാക്ക് ആയിട്ടുള്ള പക്കാവട. പിന്നെ ഞാൻ കുറച്ച് കരിയാപ്പില ഫ്രൈ ചെയ്ത് മണ്ടയ്ക്കിട്ടുണ്ട് ഗാർണിഷ് ചെയ്യാൻ. എന്നാൽ അതിന് നല്ലൊരു ടേസ്റ്റാണ്. ഓപ്ഷണലാണ്, ഇടണമെന്നൊന്നും അത്യാവശ്യമൊന്നുമില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.